പുനഃസംഘടന നടപടികൾക്ക് വേഗത പകർന്ന് KPCC നേതൃത്വം. 8-ാം തീയതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ട് ചേർക്കൽ പ്രക്രിയ പൂർത്തിയാകുന്നതോടെ പുതിയ DCC പ്രസിഡന്റുമാരെ നിയമിക്കാനുള്ള നീക്കങ്ങൾക്കാണ് KPCC ഇപ്പോൾ പരിഗണന നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന ആവശ്യമില്ലെന്ന തീരുമാനത്തിലേക്ക് ഒരു ഘട്ടത്തിൽ നേതൃത്വം എത്തിയിരുന്നെങ്കിലും അത് പോരെന്ന നിലപാട് സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുകയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ 14 DCC പ്രസിഡന്റുമാരെ നിയമിക്കും. പ്രവർത്തന മികവിന്റെ പേരിൽ ആദ്യം 4 DCC പ്രസിഡന്റുമാരെ നീക്കാതിരിക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. എന്നാൽ പുതുതായി വരുന്ന DCC പ്രസിഡന്റുമാർക്ക് മത്സരിക്കാനുള്ള അവസരം ഉണ്ടാകില്ലെന്നും ശക്തമായ അധികാര കേന്ദ്രമായി DCC പ്രസിഡന്റുമാർ മാറുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എല്ലാവരെയും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് മാറില്ലെന്ന് നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കളമശ്ശേരിയിൽ നിന്നും ലീഗിനെ മാറ്റി അവിടെ ഷിയാസിനെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ മാറ്റാനും അദ്ദേഹത്തെ കൊയിലാണ്ടിയിൽ സ്ഥാനാർത്ഥിയാക്കാനുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഒട്ടുമിക്ക DCC പ്രസിഡന്റുമാരെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം സജീവമാണ്. കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസലിനെ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കും. അവിടെ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിന് നൽകിയിരിക്കുന്ന സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുക്കും. കോട്ടയത്ത് സുരേഷ് നാട്ടകം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ഏറ്റുമാനൂരിലേക്കാണ് പരിഗണിക്കുന്നത്. എന്നാൽ സിനിമാ പ്രൊഡ്യൂസറും കോൺഗ്രസ് അനുഭാവിയുമായ ആന്റോ ജോസഫിനെ ഏറ്റുമാനിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം VD സതീശന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. തൃശൂർ ജില്ലാ പ്രസിഡന്റിനെ നിലനിർത്താനുള്ള സാധ്യത കൂടുതലാണ്. പാലക്കാട്ട് DCC, പത്തനംതിട്ട DCC, തിരുവനന്തപുരം DCC പ്രസിഡന്റുമാർക്കും സീറ്റ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനെ KPCC ഭാരവാഹിയാക്കും. ഇടുക്കിയിൽ KPCC ജനറൽ സെക്രട്ടറി അശോകനെ DCC പ്രസിഡന്റാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കൊല്ലം DCC പ്രസിഡന്റിന് പ്രായത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ മറ്റു പദവിയിലേക്കൊന്നും തൽക്കാലത്തേക്ക് പരിഗണിക്കില്ല. തിരുവനന്തപുരം DCC പ്രസിഡന്റായി ചെമ്പഴന്തി അനിലിന്റെ പേരാണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത്. കോട്ടയത്ത് ജോസഫ് വാഴക്കൻ പ്രസിഡന്റ് ആകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. KPCC പുനഃസംഘടന അല്പം കൂടി വൈകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. KPCC ജനറൽ സെക്രട്ടറിമാരെയും നിയമിക്കാനാണ് ഇപ്പോൾ ആലോചന നടന്നുവരുന്നത്. അങ്ങനെയെങ്കിൽ 70ഓളം KPCC സെക്രട്ടറിമാർ നിയമിതരാകും. നിലവിലെ നിരവധി ജനറൽ സെക്രട്ടറിമാരെ മാറ്റാനും പക്ഷേ തീരുമാനം അന്തിമമായി നടത്താനുള്ള നേതാക്കളാണ് ഇപ്പോൾ പ്രശ്നം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ കൂടാതെ കേരളത്തിൽ നിന്നുള്ള മറ്റു നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി അന്തിമ ചർച്ച നടത്തി പ്രഖ്യാപനം നടത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.